സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയുടെ ഭാഗമായ തായിഫ് എന്ന അനൗദ്യോഗിക സൗദി സമ്മർ ക്യാപിറ്റൽ നഗരം അതിന്റെ അതിമനോഹരമായ പ്രകൃതി ഭംഗിയും തണുത്ത കാലാവസ്ഥയും 1800-ലധികം മീറ്റർ ഉയരമുള്ള ഹിജാസ് പർവ്വത മേഖലയിലെ താമസ സൗകര്യവുമൊക്കെ കൊണ്ട് എന്നും ആകർഷണ കേന്ദ്രമാണ്. തായിഫ് ഗവർണറേറ്റിൽ വരുന്ന അൽ ഷൊഹാത്ത എന്ന മരുഭൂത് താഴ്വാര പ്രദേശത്തുണ്ടായിരുന്ന ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട നിർധന വനിതയായ ഹലീമ സഅദിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റമ്മയായി ഖ്യാതി നേടിയ മഹദി. ആമിനയുടെ മകനായി AD 570 മക്കയിൽ പിറന്ന മുഹമ്മദ് എന്ന ശിശുവിനെ ഷൊഹാത്ത താഴ്വരയിൽ കൊണ്ടുവന്ന് പോറ്റി വളർത്താനുള്ള നിയോഗം ലഭിച്ച വനിതയാണ് ഹലീമ. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് സമ്പന്ന കുടുംബങ്ങളിൽ കുഞ്ഞു ജനിക്കുമ്പോൾ ധനം മോഹിച്ച് പല ഗോത്രക്കാരും മക്കയിലും തായിഫിലും എത്തി കുഞ്ഞുങ്ങളെ യഥാർത്ഥ മരുഭൂ ജീവിതം പ്രാപ്തമാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോയി മുലയൂട്ടി വളർത്തുന്ന വളർത്തുമാതാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് ജനിക്കും മുമ്പേ പിതാവ് അബ്ദുള്ള മരിച്ചുപോയതിന്റെ ദൈന്യത പേറുന്ന കുടുംബം, വരുമാനമില്ലാതെ കഴിയുന്ന മാതാവ് ആമിന, യത്തീമിന്റെ പരിവേഷത്തിൽ പിറന്നു വീണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്താൻ കൊണ്ടുപോയതിൽ യാതൊരു ധനവും നൽകാൻ ആമിന കുടുംബത്തിന് കഴിയില്ലെന്നറിയാമായിരുന്നിട്ടും പെട്ടെന്ന് തോന്നിയ ചില സാഹചര്യ സമ്മർദ്ദങ്ങളുടെ പ്രേരണയിൽ അഭൗമികമായ ഇടപെടലുകൾ എന്ന പോലെ ഒരു മാലാഖയെപ്പോലെ തോന്നിച്ച ആ ശിശുവിനെയും സ്വീകരിച്ചുകൊണ്ട് ഹലീമയും സംഘവും എത്തിയത് ഈ ഷൊഹാത്ത താഴ്വരയിലാണ്. ജനിച്ച 8-ാം ദിവസമാണ് മുഹമ്മദ് ഇവിടെ എത്തുന്നത്. ഹലീമയ്ക്കൊരു മകളുണ്ട്, പേര് ഷൈമ. ആ 5 വയസ്സുകാരി ഷൈമ മുഹമ്മദിനെ സ്വന്തം അനുജനായി കണ്ടു വളർത്തി. 2 വർഷമാകുമ്പോൾ കുഞ്ഞിനെ തിരികെ മനസ്സില്ലാ മനസ്സോടെ മക്കയിൽ കൊണ്ടുപോയി ആമിനെ ഏൽപ്പിച്ച ഹലീമ കുഞ്ഞിനെ വീണ്ടും വളർത്താൻ അവസരം വേണമെന്ന് യാചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നീട്ടിക്കിട്ടി 3 വർഷം കൂടി. 5-ാം വയസ്സുവരെ പ്രവാചകൻ വളർന്നത് ഇവിടെയാണ്. കാര്യമായ അവശേഷിപ്പുകൾ ഒന്നുമില്ലാതെ ഇപ്പോഴും ചില ഇടിഞ്ഞു പൊളിഞ്ഞ കൽക്കഷ്ണങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന താഴ്വാരം. ഒറ്റമുറിയുള്ള വീട്ടിൽ ഹലീമയും ഭർത്താവും മകളും ചേർന്ന് കുഞ്ഞ് മുഹമ്മദിനെ വളർത്തിയ സ്ഥലം, ആടുമേയ്ക്കാനും ജീവിതവൃത്തിയുടെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളാനും തുടങ്ങിയ സ്ഥലം, തന്നെ പോറ്റി വളർത്തിയ കുടുംബവുമായി ബന്ധപ്പെട്ടവരിൽ 6000 പേർ ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഒരിക്കൽ ആ തടവിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ചത് ഈ പോറ്റി വളർത്തലിന്റെ ഇതിഹാസം കൊണ്ട് മാത്രമാണ്. പ്രവാചകനായി മാറിയ ശേഷം ഒരു നിർണായക സമയത്ത് ഹലീമയുടെ മകൾ ഷൈമ പ്രവാചകനെ കണ്ടതും പഴയ ഓർമ്മകളിലൂടെ അവർ കടന്നുപോയതും തന്റെ പുതപ്പെടുത്ത് സമ്മാനമായി നൽകി ആദരിച്ചതും ചരിത്രം. പ്രവാചകന്റെ വിവാഹശേഷം വളർത്തുമാതാവ് ഹലീമ മക്കയിൽ വസതിയിൽ വന്നെന്നും ഭാര്യ ഖദീജ 40 ആടുകളെ സമ്മാനമായി നൽകി ആദരിച്ചെന്നും ചരിത്രം. പ്രവാചക ബാല്യസ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്നും ഈ ഷൊഹാത്ത ഗ്രാമഭംഗി. ലുലു പ്രസൻസ് ABC കാർഗോ മക്കയിലേക്കുള്ള പാത. ബ്രോട്ട് ടു യു ബൈ ICL ഫിൻകോർപ്പ് ആൻഡ് അറബ് ഇന്ത്യ സ്പൈസസ്.